Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shikascafe. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ലോക്ക്ഡൗണൊക്കെ കാരണം പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ നമുക്കിതുപോലെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് കുട്ടികൾക്ക് തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് ഓവൻ്റെ തന്തൂരി മസാലേൻ്റെ അല്ലെങ്കിൽ ഗ്രില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫ്രൈ പാനിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു തന്തൂരി ചിക്കന് വേണ്ട മസാലയൊക്കെ നമ്മുടെ വീട്ടിലുള്ള മസാലപ്പൊടികൾ മാത്രം മതി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഷിക്കാസ്കഫേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തന്തൂരി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാലേ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വലിയ പീസായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ചിക്കന് 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 3 പീസ് ഞാൻ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനൊന്ന് മസാല കൂട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു മസാലയിലേക്ക് വേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ, നമ്മുടെ ഉലുവയില. അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉലുവയിലും പിന്നെ അതുപോലെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ശരിക്കും ഒരു തന്തൂരി മസാലേൻ്റെ ഫ്ലേവർ ഈ ഒരു ചിക്കനിൽ വരുന്നത്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ടത്തൈരാണ് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാനീരാണ്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റും 1 ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു മസാല എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മസാല ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പോ എരിവോ പുളിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ ചിക്കന് വരഞ്ഞു കൊടുത്തിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ഞാനൊന്ന് മസാല കൂട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ ചിക്കനും മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചിക്കന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഈ ഒരു ചിക്കനും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. എന്നാലേ ഈ ഒരു ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചിക്കന് നമ്മളൊരു 15 മിനിറ്റും കൂടെ ഒന്ന് പുറത്ത് വെക്കണം. ഈ ഒരു ചിക്കൻ്റെ തണുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബട്ടറും ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കന് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഈ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കന് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചിക്കന് പുഴുങ്ങിയ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം കൂടെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു മസാലയിൽ ഉപ്പൊരൽപ്പം കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പൊരൽപ്പം മുന്നിട്ട് നിൽക്കണം, എന്നാലേ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഉപ്പൊരൽപ്പം മുന്നിട്ട് നിൽക്കണം എന്നുള്ളത് ഞാൻ മസാല കൂട്ടിയ സമയത്ത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ ഈ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ ഈ ചിക്കൻ്റെ 2 ഭാഗം ഒരേപോലെ കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കന് ഞാൻ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഈ ഒരു ചിക്കന് കുക്കായിക്കോളും. പിന്നെ അത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ വറ്റി വരും. പിന്നെ നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഈ ഒരു തന്തൂരി ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു 2 സൈഡും ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ്റെ 2 ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഫ്രൈ ആക്കണം അതിനനുസരിച്ച് ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ചാർക്കോളിൻ്റെ പീസ് നന്നായിട്ടൊന്ന് കത്തിച്ച ശേഷം ഒരു ചെറിയ ബൗളിലോ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലിലോ വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ഈ ഒരു ചാർക്കോളിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴാണ് ആ ഒരു തന്തൂരി ചിക്കൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രൈ ചെയ്ത സമയത്ത് ഒരു ചിക്കൻ്റെ പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചാർക്കോൾ കത്തിച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തതിന് ശേഷമുള്ള ചിക്കൻ്റെ പീസും കഴിച്ചു നോക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ചാർക്കോൾ വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ തന്തൂരി ചിക്കൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ചിക്കന് മസാല കൂട്ടി വെക്കാനുള്ള ടൈം മാത്രമേ കൂടുതൽ പിടിക്കുന്നുള്ളൂ. ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ ഈ ഒരു തന്തൂരി ചിക്കൻ സെർവ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇത് ബട്ടർ റൈസിൻ്റെ കൂടെയും ദാൽ കറിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബട്ടർ റൈസിൻ്റെയും ദാൽ കറിൻ്റെയും കൂടെ തന്തൂരി ചിക്കൻ കഴിക്കാൻ. പിന്നെ ഈ ഒരു ദാൽ കറി എന്ന് പറയുന്നത് പാകിസ്ഥാനി സ്റ്റൈലുള്ള ഒരു ദാൽ കറിയാണ് കേട്ടോ. നമ്മുടെ സാധാ ദാൽ കറി അല്ല, കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ദാൽ കറി ഉണ്ടാക്കുന്നത്. ഈ ഒരു ദാൽ കറി നമുക്ക് ഈ ഒരു റൈസിൻ്റെ കൂടെ അല്ലാതെ ചപ്പാത്തിൻ്റെയും പൊറാട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കുറേ പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാനിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു മക്ലൂബ പറഞ്ഞ റൈസ് ഉണ്ട്. അപ്പോൾ അത് കുറേ പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കണം. അപ്പോൾ ചിക്കൻ മക്ലൂബ റൈസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്